കർണാടകയിലെ പഞ്ചായത്ത് അംഗത്തിന് ശബരിമലയിൽ അനൗൺസറുടെ റോളാണ്. തീർത്ഥാടകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ നൽകുന്നത് ഈ ബഹുഭാഷാ അനൗൺസറായ പഞ്ചായത്ത് അംഗമാണ്. 7 ഭാഷകൾ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ ചിಕ್ಕಮಗಳೂರು സ്വദേശിയായ എം കുമാറിന് കഴിയും. ತಾವುಗಳು ಸನ್ನಿಧಾನದ ಯಾವುದೇ ಭಾಗದಲ್ಲಿದ್ದರೂ ಸನ್ನಿಧಾನದ ಮಾಹಿತಿ ಕಚೇರಿಗೆ ಬರಬೇಕೆಂದು ತಿಳಿಸಲಾಗಿರುತ್ತದೆ. ತಮ್ಮ ಜೊತೆಯಲ್ಲಿ ಬಂದಿರುವ ಶಿವರಾಜ ಸ್ವಾಮಿ ತಮಗಾಗಿ ಸನ್ನಿಧಾನದ ಮಾಹಿತಿ ಕಚೇರಿಯ ಬಳಿ ಕಾದಿರುತ್ತಾರೆ. സ്വാമി ചരണം, സ്വാമിയെ ശരണമയ്യപ്പ. കന്നഡ മാത്രമല്ല, കർണാടക ചിಕ್ಕಮಗಳೂರು സ്വദേശിയായ കുമാറിന്റെ മാതൃഭാഷ തമിഴാണ്. അതിനാൽ തമിഴും നന്നായി വഴങ്ങും. വന്ദവാസി വട്ടം വെഴൂർ എന്നിടത്തിലിருந்து ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ദിവ്യ ദർശനം ചെയ്യ வந்துள்ள മണികണ്ഠൻ സ്വാമി, തേജു സ്വാമി, താങ്കൾ സന്നിധാനം சுற்றுப்புறத்தில் எங்கிருந்தாலும் தயவு செய்து சன்னிதானம் தகவல் நிலையத்தில் தொடர்பு கொள்ளவும். உங்கள் கூட வந்துள்ள ராம்தாஸ் சுவாமி, பொன்னன் சுவாமி உங்களுக்காக சன்னிதானம் தகவல் மையத்தில் காத்து கொண்டிருக்கின்றார்கள். സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. തമിഴിനേക്കാൾ മനോഹരമായി തെലുങ്കും പറയും. వనజమాత జొతాలు వచ్చిన ప్రకాశ్ స్వామి, సూర్య స్వామి, దీపు స్వామి, మీరిప్పుడు సన్నిధానం ప్రాంతములు ఎక్కడ ఉన్నా దయచేసి సన్నిధానం ప్రచారం కేంద్రముకు రాగలరు. സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. മലയാളവും ഒട്ടും മോശമല്ല. കൂട്ടം പിരിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ പുത്തൻകോട് എന്ന സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന രഞ്ജിത് സ്വാമി, തങ്ങൾ സന്നിധാനത്തോ പരിസരത്തോ ഉണ്ടെങ്കിൽ സന്നിധാനം പബ്ലിസിറ്റി ഓഫീസ് എത്തിച്ചേരേണ്ടതാണ്. തങ്ങൾ കൂടെ വന്നിരിക്കുന്ന അജിത് സ്വാമി സന്നിധാനം പബ്ലിസിറ്റി ഓഫീസിൽ കാത്തിരിക്കുകയാണ്. ഹിന്ദിയും ഇംഗ്ലീഷും സ്കൂളിൽ നിന്ന് പഠിച്ചു. दिल्ली रायपुर से यहाँ आए ये हबीनाथ स्वामी, प्रकाश स्वामी सन्निधानम जानकारी केंद्र में आए ये. आपके साथ खाने वाले दिनेश स्वामी सन्निधानम जानकारी केंद्र में इंतजार कर रहा है. कृपया जरूर पहुंचिए. സ്വാമി ശരണം, സ്വാമിയെ ശരണമയ്യപ്പ. മണ്ഡല മകരവിളക്ക് കാലത്ത് മുഴുവൻ സമയവും ശബരിമലയിലുണ്ടാകും. ഭാഷ പഠിച്ചതിനെക്കുറിച്ച് കുമാർ തന്നെ പറയും. ഞാൻ പഠിച്ചത് കന്നഡമാണ്, മദർ ലാംഗ്വേജ് തമിഴാണ്. അങ്ങനെയായിട്ട് ഈ 2 ഭാഷ, പിന്നെ ഇംഗ്ലീഷ് ഹിന്ദി സ്കൂളിൽ പഠിച്ചപ്പോൾ ടച്ച് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് സ്വാമിമാരുടെ അടുത്ത് സംസാരിച്ച് മലയാളം പഠിച്ചത്. തെലുഗു കംപ്ലീറ്റ് ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ തെലുഗു പഠിച്ചത് ഞാനിവിടെ അയ്യപ്പൻ്റെ സേവനയ്ക്കായിട്ട് വന്ന് തെലുഗു പഠിച്ചത് ഞാൻ. പിന്നെ മംഗളാപുരത്ത് സൈഡ് ഒരു ഭാഷ തുളുവുണ്ട്. അത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഉള്ളത് എല്ലാവരും തുളു ആയതുകൊണ്ട് അപ്പോൾ അവരുടെ കൂടെ സംസാരിച്ചിട്ട് തുളു പഠിച്ചു. മൊത്തം ഒരു 6-7 ഭാഷ ക്ലിയർ ആയിട്ട് വരും. മകരവിളക്ക് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങും. അവിടെ ചെറിയ ജോലിയുണ്ട്. ഭാര്യയും വിദ്യാർത്ഥികളായ 2 പെൺമക്കളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം. ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.